വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ ദം ബിരിയാണിയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കർണാടക സ്പെഷ്യലിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം പീസായിട്ട് സ്കിന്നില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് പാത്രത്തിലാണ് ബിരിയാണി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് 1/4 ലിറ്ററോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ച് എണ്ണ കുറക്കുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 10 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 കറാമ്പും പിന്നെ പട്ട ഒരു 2 വലിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ബിരിയാണിക്ക് 1/2 കിലോ ഉള്ളി വേണം. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഉള്ളി നല്ല ചുവന്ന കളറ് വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഉള്ളി ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ചുവന്ന ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പലാവിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചാൽ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി പറഞ്ഞാൽ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല കുഴഞ്ഞ് ഒടിയുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും തക്കാളിയൊക്കെ. നിങ്ങൾ ഗ്യാസിനേക്കാളും അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പുറത്ത് അടുപ്പിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് തക്കാളി നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടി ഇടുന്നതുകൊണ്ട് എരിവും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അത്ര തന്നെ കുറവേ ഇടുന്നതുള്ളൂ. മല്ലിച്ചപ്പാണ് അധികം ഇട്ട് കൊടുക്കുക ഇതിൽ. അപ്പോൾ പിന്നെ ഇതാ കസ്തൂരി മേത്തി അതും ഇട്ട് കൊടുക്കണം. ചുവന്ന മുളക് കുറച്ച് കുറക്കുന്നതാണ്. പച്ചമുളകാണ് അധികം ഇടേണ്ടത്. അപ്പോഴാണ് ആ ബിരിയാണിക്ക് ഒരു കളർ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒരു ചുവന്ന ഒരു കളറായിട്ട് മാറും. അതുകൊണ്ട് പച്ചമുളക് തന്നെ അധികം ഇടാൻ നോക്കുക. അപ്പോൾ അത് കസ്തൂരി മേത്തിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ആ ഒരു കസ്തൂരി മേത്തി ഇട്ടെങ്കിൽ നല്ലൊരു മണം വരും ബിരിയാണിക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മണം ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പച്ചമുളകും അതും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കനക്ക് നല്ലതായിട്ട് പിടിക്കുക. അപ്പോൾ ഈ ചപ്പുകൾ ഞാൻ പുതിനാവും മല്ലിച്ചപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കുക. ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ തൈര് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് മുഴുവൻ വേവിച്ചുവിടുക. പകുതി വേവിക്കാൻ പാടും ചിക്കന്. ഇനി ദമ്മിൽ വേവാനുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ചപ്പിൻ്റെ അളവ് പറഞ്ഞാൽ ചപ്പ് ഒരു കെട്ടോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു കെട്ട് മുഴുവൻ ഇട്ടിട്ടുണ്ട്. പുതിന 1 കപ്പോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കന് 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ചോറ് വേവിച്ചിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണീൻ്റെ ഒരു യെല്ലോ കളറ്. അപ്പോൾ അരി പറഞ്ഞത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അത് മതി. ഇനി ബാക്കി ആ മസാലയിൽ കടന്നിട്ട് ദമ്മിൽ വെന്തോളൂ. അപ്പോൾ അത് വാർത്തിട്ട് ആ മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 2 അട്ടിയായിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ. ഒരിക്കൽ ഇട്ടിട്ട് ആ എണ്ണയെല്ലാം കുറച്ചങ്ങോട്ടും മുകളിലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി ചോറും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതങ്ങനെ ആ മസാല ചിക്കൻ്റെ ആ മസാല ഉണ്ടല്ലേ അത് ചൂടോടുകൂടി വേണം ഞങ്ങൾ ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടോടുകൂടി ഇട്ടെങ്കിൽ തന്നെ ദമ്മ് നേരാവുള്ളൂ. അപ്പോൾ മസാല തണിഞ്ഞെങ്കിൽ പിന്നെ ദമ്മ് ശരിയാവില്ല. അപ്പോൾ അത് ചിക്കൻ ഉടയാതെ തന്നെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ വക്കിൽ വെച്ചിട്ട് മൂടി കൊടുക്കുക. ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കനമായ എന്തെങ്കിലും ഒരു വെള്ളം നിറച്ച പാത്രം മറ്റേ പത്തിരിൻ്റെ അച്ചാമത്തെ വെച്ചിട്ട് വിടുക. ഈ മൊത്തം നമുക്ക് വലിക്കണം പുറത്ത്. ആ കണലിൽ തന്നെ വേണം ദമ്മാവാൻ. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞങ്ങൾ ദമ്മിന് വെക്കണം. ഇതായിപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചോറ്. ഇതാ അപ്പോൾ
ചിക്കൻ ദം ബിരിയാണി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി പിന്നെ വരുന്നുണ്ട്. അതുവരെ ബൈ ബൈ.